നമുക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടൈം ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്കളെ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടേം, അതായത് നമ്മൾ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് +2 ഫിസിക്സിൽ പഠിച്ചിരിക്കേണ്ട ഓരോ ചാപ്റ്ററിനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് വീഡിയോസ് വേണം പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ NCERT എക്സസൈസ് ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും കുറച്ച് കുട്ടികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേ വീഡിയോസുകളും കാര്യങ്ങളായിട്ട് ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ടൈം കളയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചൊന്ന് ഉറപ്പിക്കണം കേട്ടോ. അതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, അഡിറ്റീവ് പ്രോപ്പർട്ടി, ക്വാണ്ടൈസ്ഡ് ആണ്, കൺസർവേഷൻ ഓഫ് ചാർജസ്, ഈ കാര്യങ്ങളൊക്കെ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ആയിട്ട് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഫ്രീ ആവുന്നതനുസരിച്ച് ഷുവർ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കട്ടെ മക്കൾ. നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ വീഡിയോസ് സെറ്റാക്കി തരാം. അപ്പോൾ നന്നായിട്ട് ഇപ്രാവശ്യം മുതൽ നല്ല ലെവൽ കയറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നോർമൽ ഓണം എക്സാം അല്ല ഞാൻ പറയുന്നത്, ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല ലെവലിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. വെറും പ്രീവിയസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾ ഇനി മുതൽ ഷുവർലി ദയവ് ചെയ്ത് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ നിങ്ങൾ സീനിയേഴ്സിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാകും. F=1/4πε0 Q1 Q2 R² ആണ് എയറിലാണെങ്കിൽ. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ഇറ്റ് സേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ എന്ന് തുടങ്ങിയിട്ട് വരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്, പോയിന്റ് ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/R² എന്ന് പറയുന്ന ആ ഗ്രാഫ് കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് മസ്റ്റ് സ്റ്റഡി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറിഞ്ഞിരിക്കണം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്, രണ്ടും അറിഞ്ഞിരിക്കുക. P=2AQ എന്ന് പറയുന്നത് ഡെഫിനിഷൻ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ മക്കൾ, വെറുതെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചാപ്റ്റർ വൈസ് വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പണ്ടാണെങ്കിലും ആ കോൺസെപ്റ്റ് പണ്ടത്തെ വീഡിയോസാണ് കുറച്ചുകൂടി ബെറ്റർ, കാരണം കുറച്ചുകൂടി അധികം അതിലുണ്ടാകും. പുതിയതാണ് കുറച്ചുകൂടി ഡിലീറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമേ ടീച്ചേഴ്സ് പറയുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, നമ്മൾ ഈ ചാപ്റ്ററിൽ അതായത് +2 ഫിസിക്സിലെ ആദ്യത്തെ ഡെറിവേഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ തരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ പോയിന്റ് ആണ് ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ഒരാൾ ഉറപ്പാണ് ആക്സിയൽ ആണോ ഇക്വറ്റോറിയൽ ആണെന്നൊക്കെ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അവർ ഇട്ടിട്ടുണ്ടാകും. ദെൻ അതേപോലെ രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഡെറിവേഷൻ, P/sin⁵, മാക്സിമം ടോർക്ക് എപ്പോഴാണ്, മിനിമം ടോർക്ക് എപ്പോഴാണ്. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി നോക്കണം. അതാണ് ഒരു ബുദ്ധിയുള്ള ഒരാൾ നോർമലി സ്കില്ല് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും പഠിച്ച് കഴിഞ്ഞൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അതിനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് 10ാമത്തെ. അപ്പോൾ ഗോസ് ലോ പഠിക്കുമ്പോൾ എപ്പോഴാണ് ഗോസ് ലോ അറിഞ്ഞിരിക്കണം. ഗോസ് ലോ വാലിഡ് ആവുന്നത് ആർക്കാണ്, ക്ലോസ്ഡ് സർഫേസ് ആണ്. അതുപോലെ സിമെട്രിക് ബോഡീസ് ആണോ, സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണോ, അൺസിമെട്രിക് പറ്റോ, അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഗോസ് ലോൻ്റെ പ്രൂഫ് പഠിച്ചിരിക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, ഗോസ് ലോൻ്റെ 3 ആപ്ലിക്കേഷൻസ് നമ്മുടെ സിലബസിലുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രൈറ്റ് വയർ തരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, P എന്ന് പറയുന്ന പോയിന്റിൽ 6 ദൂരം അകലെ, λ/2πε0 ആണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഗ്രാഫ് ഒക്കെ അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസ് NCERT എക്സസൈസിൽ ഷുവർലി ഉണ്ട്. പ്രോബ്ലംസ് വേണ്ട NCERT എക്സസൈസിലെ പ്രോബ്ലംസ് പഠിക്കാൻ നോക്കട്ടെ മക്കളെ. വെറുതെ സാമ്പിൾ പ്രോബ്ലംസ്, വെറുതെ ഒരു ആവറേജ് ബിലോ ആവറേജ് പ്രോബ്ലംസ് ദയവ് ചെയ്ത് പഠിക്കാതിരിക്കുക. ദെൻ രണ്ടാമത്തെ ഷെല്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഔട്ട്സൈഡ്, സർഫേസ്, ഇൻസൈഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെയാണ് പ്ലെയിൻ ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തരുന്ന ആളാണ് പ്ലെയിൻ ഷീറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച നൈസായിട്ട് ഈ 10 ക്വസ്റ്റ്യൻസ് എന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വരാനില്ല കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ബേസ് ഇൻട്രോ ടോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു, ഏത് പോയിന്റിലാണ് നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ്. അതിൻ്റെ ഇക്വേഷനാണ് V=W/Q. SI യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ജൂൾ/കൂളോം അല്ലെങ്കിൽ വോൾട്ട്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V=1/4πε0 Q/R ഡെറിവേഷൻ അറിഞ്ഞിരിക്കുക. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തിൽ ഒരു ഡെറിവേഷൻ ഒന്നതാണ്.
പിന്നെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും റിലേഷൻ ഈസ് ഈക്വൽ ടു -dV/dr. ഒരു വൺ വേർഡ് പല പ്രാവശ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. ആൻസർ ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കേട്ടോ. നല്ല കോൺസെപ്റ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കിൻ്റെ ഒക്കെ ഡെറിവേഷൻസ് ഒരു പ്രോബ്ലംസ് ഒക്കെ ഇൻസൈഡ് എക്സസൈസിൽ തന്നെയുണ്ട്. മൂന്നാമത് ഇലക്ട്രിക് ഡൈപോൾ തരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 1/4πε0 p cos θ/r² കിട്ടുന്ന ഡെറിവേഷൻ. ആക്സിൽ ആകുമ്പോൾ തീറ്റന് ഒരു 0 കൊടുക്കുക, ഇക്വറ്റോറിയൽ ആകുമ്പോൾ തീറ്റന് 90 കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇക്യു പൊട്ടൻഷ്യൽ. എപ്പോഴും തിയറി ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ +2 ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു തിയറി എന്ന് പറഞ്ഞാൽ അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് തന്നെയാണ്, ഒരു ഡൗട്ടുമില്ല. അവിടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ തിയറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്താണെന്ന് ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫിഗേഴ്സ് വരയ്ക്കാൻ അറിയണം. ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, നമ്മൾ നോർമലി പറയുന്ന കാര്യം പാരലൽ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസസ് എന്നാണ് പറയാറുള്ളത്, വരയ്ക്കാൻ അറിയണേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഓർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമുള്ള വർക്ക് PE × 1 - cos θ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരുന്നെങ്കിൽ. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ -PE cos θ. പിന്നെ തൊട്ടും പറഞ്ഞ പോലെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എവിടെയാണെന്ന് അറിയിക്കുക. തൊട്ടും പറഞ്ഞ പോലെ ഫുൾ മാർക്ക് മേക്കിംഗ് ക്വസ്റ്റ്യനിൽ പെട്ട സാധനമാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് നോൺ പോളാർ. ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് നോക്കിയാൽ PYQ നിങ്ങൾക്ക് പോളാർ നോൺ പോളാർ കാണാൻ പറ്റൂല മക്കളെ. മസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ബോർഡ് എക്സാം കൂടി കണ്ടിട്ടാണ് ഇപ്പോഴേ ഞാൻ പറയുന്നത്. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കോളൂ. അവസാനത്തേക്ക് വെക്കരുത്. ലാബ് എക്സാമും അതുപോലെ കുറേ ആൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇതെല്ലാം കണ്ടിട്ട് ബുദ്ധിയുള്ള ഒരാൾ അവസാനത്തേക്ക് വെക്കില്ല. ഉള്ള +2 കൂടി പോയി കിട്ടും. അതുകൊണ്ട് കുറച്ചായിട്ട് പഠിച്ച് തീർത്തേക്കണം ഓരോ എക്സാം. ഇപ്പോൾ നമ്മൾ ഓൺ എക്സാമിൽ നിന്നുകൊണ്ട് കുറേ ആൾ സീരിയസ്നെസ് കൊടുക്കാതിരിക്കുന്നുണ്ട്. ഓക്കെ, അവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കുറച്ചായിട്ട് കവർ ചെയ്തേക്ക്. പോളാർ മോളിക്യൂൾസ് എന്താണ്, നോൺ പോളാർ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് പോളറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവരുടെ എക്സാമ്പിൾസ് ഒന്നും കൂടെ അറിഞ്ഞിരിക്കണം. ദെൻ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിൽ പോകുമ്പോഴാണ് കപ്പാസിറ്റൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് കപ്പാസിറ്റൻസിന്റെ ഭാഗത്ത് തന്നെയാണ്. കപ്പാസിറ്റൻസ് എന്താണ്, അതിന്റെ SI യൂണിറ്റ് എന്താണ്. ദെൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്, C = ε0A/d. കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കൂട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. മസ്റ്റ് സ്റ്റഡി രണ്ട് കപ്പാസിറ്റേഴ്സിന്റെ കോംബോ, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണെന്നുള്ള കാര്യം അവിടെ പ്രോബ്ലം വരും. ഡെറിവേഷൻസ് പഠിക്കണം, അതിലൂടെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. ദെൻ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അവിടെയുണ്ട്, ഡെറിവേഷൻ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സ് ആണെങ്കിൽ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസും ഓണം എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പബ്ലിക് ആണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ എനർജി ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻസ് കൊണ്ട് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമ്മൾ തേർഡ് ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അതിൽ നിന്ന് പഠിച്ചിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ്, മസ്റ്റ് സ്റ്റഡി 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൽ ഇലക്ട്രിക് കറണ്ട് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്താണ്, ഇവരുടെയൊക്കെ യൂണിറ്റുകൾ പഠിച്ചിരിക്കണം. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ -EE/m × റിലാക്സേഷൻ ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. മൊബിലിറ്റി എന്താണ്, അവൻ്റെ SI യൂണിറ്റ് എത്രയോ പ്രാവശ്യങ്ങളായിട്ട് തിരിച്ച് ചോദിച്ചു. അത് മസ്റ്റായിട്ട് പഠിക്കും. പ്രീവൈസ് വന്നതുകൊണ്ട് മാത്രമല്ല, ആ ചാപ്റ്ററിൽ തന്നെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റിൽ പെട്ട ഒരാളാണ് മൊബിലിറ്റി കോൺസെപ്റ്റ്. ദെൻ നാലാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയിൽപ്പെട്ട ഒരാളാണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണ്, അതുപോലെ ഓംസ് ലോ പഠിക്കും. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് റിവൈസും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണേ. ഒമിക് സബ്സ്റ്റൻസ് എന്താണ്, നോൺ ഒമിക് സബ്സ്റ്റൻസ് എന്താണ്, അവരുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ദെൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് എന്താണ്, കണ്ടക്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്. ഈ ഓർഡറിൽ പഠിച്ചാൽ സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. റാൻഡംലി പഠിക്കുന്ന ഒരാൾക്ക് പഠിച്ച് തീരൂല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ അത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ സിലബസ് ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് പ്രോബ്ലം ആണ് വരിക. അതിനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ ബ്രാക്കിൽ കൊടുത്തിട്ടുണ്ട് പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് ഗ്രാഫ്, T വേഴ്സസ് റോ ഗ്രാഫ്, 3 ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഗ്രാഫ് തന്നിട്ട് നോർമലി ചോദിക്കും ഇത് മെറ്റൽസിൻ്റെ ആണോ, അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരക്കുക. സെമി കണ്ടക്ടേഴ്സിൻ്റെ ഗ്രാഫ് ഉണ്ട്, നിക്രോമും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആൻഡ് മാംഗാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫും അലോയ്സും ഒക്കെ സിലബസിലുണ്ട്. മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാണ്. പിന്നെ റെയർ ക്വസ്റ്റ്യൻ വന്ന ഒരാളാണ് EMF-ഉം ഇന്റേണൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യം. അത് EMF വോൾട്ടേജ് നമ്മൾ ഡിഫറൻസ് എന്താണ്, ആ കാര്യങ്ങൾ. അത് ഇലക്ട്രിക്കൽ എനർജി പവർക്ക് ലൂസ് ടോപ്പിക്കാണ്. E=I²RT, നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, അത് ജസ്റ്റ് അതാണ് ആ 8ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൾസ് ലോ H=I²RT എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്നില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെയാണ്.
അതിൽ ടി കട്ട് ചെയ്തതിന് പവർ കിട്ടും. ഓക്കെ, കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റുകൾ മസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെയും 10ാമത്തെയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിർച്ചോഫ്സ് ലോസ്, കിർച്ചോഫിൻ്റെ 2 നിയമങ്ങളുണ്ട്. 2 നിയമങ്ങളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം. അത് യൂസ് ചെയ്തിട്ടുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ, അതായത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ മീൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക. അവിടെ പ്രോബ്ലം ഒന്നും വരില്ല, പക്ഷേ ആ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. ബാലൻസിങ് കണ്ടീഷൻ 4ാമത്തെ ചാപ്റ്റർ. മോസ്റ്റ് ഓഫ് സ്കൂളിൽ 4 ചാപ്റ്ററാണ് മെയിനായിട്ടുള്ള. ചില മാഗ്നറ്റിസമായിട്ട് മാറ്റർ കീമിൽ ചില കേസ് വരാറുണ്ട്. മിക്കവാറും 4 ചാപ്റ്ററാണ് മിക്കവാറും സ്കൂളുകൾ നടത്തുക. ഞാൻ 4ാമത്തെ ചാപ്റ്റർ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആയിട്ട് ഫസ്റ്റ് ടൈമിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്ന ഫസ്റ്റ് 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നതാണ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. F=QVB sin θ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബി പാർട്ട് 2ാമത്തെ ക്വസ്റ്റ്യന്. ഒരു ചാർജർ പാർട്ടികൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറിൽ കയറിയാൽ എന്താണ് ഷേപ്പ് ഓഫ് പാത്ത് ഉണ്ടാവുക? സർക്കുലർ ആണ്. പാരലൽ ഓർ ആൻറ്റി പാരലൽ കയറി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് ചാർജർ പാർട്ടികൾ. ഷേപ്പ് അല്ല കേട്ടോ, ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് ചാർജർ പാർട്ടികൾ. ഇതിലെല്ലാം ഈ രണ്ടും അല്ലാതെ ആർബിട്രയിലും ഒബ്ലിക്കലി കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഹെലിക്കൽ ഷേപ്പാണ്. ആ ഒരു പെർപെൻഡിക്കുലർ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ അറിഞ്ഞിരിക്കണം. സർക്കുലർ പാത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ റേഡിയസ് എന്താണ്, ആ സമയത്ത് സർക്കുലർ പാത്തിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെലോസിറ്റി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, ടൈം പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ദെൻ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F=ILB sin θ. അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൂടി അവിടെ അറിയിക്കുക. അവിടെ ഒരു പ്രോബ്ലം വരാറുണ്ട്. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ബയോട്ട് സാവാർട്ട് ലോസ്. ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ബയോട്ട് സാവാർട്ട് ലോ. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ വെക്ടർ ഫോം അറിഞ്ഞിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ആ ബയോട്ട് സാവാർട്ട് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സർക്കുലാർ ലൂപ്പിൻ്റെ, അത് മസ്റ്റാണ് കേട്ടോ. സർക്കുലാർ കറണ്ട് ലൂപ്പ് കണ്ട് ഉറപ്പിച്ചോ, അത് ബയോട്ട്സ് ഇൻഡയറക്റ്റ് ചോദിക്കും. സർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബയോട്ട് സാവാർട്ട് ലോ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അത് ആക്സിസിലുണ്ട്, സെൻറ്ററിലുണ്ട്. സെൻറ്റർ വരെ പഠിക്കുക. അപ്പോൾ സെൻറ്റർ വരെ പഠിക്കുക മീൻസ് ആക്സിസ് പഠിച്ചാലേ സെൻറ്റർ പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആക്സിസ് മാത്രം പഠിച്ചാൽ സെൻറ്റർ ചോദിച്ചാൽ കിട്ടൂല. ദെൻ ആ ചാപ്റ്ററിൽ 2ാമത്തെ ലോ ആണ് ആംബിയർ സർക്യൂട്ട് ലോ. ആംബിയർ സർക്യൂട്ട് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. 2 ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റും, അതുപോലെ സോളിനോയിഡ് മസ്റ്റ് സ്റ്റഡീസ് ഐറ്റം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് 2 പാരലൽ വയേഴ്സുകൾ, സ്ട്രൈറ്റ് വയേഴ്സുകൾ തമ്മിലുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്. അതിൽ നേച്ചർ ഓഫ് ഫോഴ്സ്, കറണ്ട് 2 കണ്ടക്ടറിലും കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, 2 അപ്വേർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 2 ഡൗൺവേർഡ് ആണെങ്കിൽ നേച്ചർ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്. ഒരാൾ അപ്പും ഒരാൾ ഡൗണും ആണെങ്കിൽ റിപ്പൾസീവ് ആണെന്ന് പറയുന്ന കാര്യം. അതിലൊരു കൊടുത്ത കാര്യം കണ്ടോ, ഡിഫൈൻ 1 ആംപിയർ. ഓക്കെ, മസ്റ്റ് ആയിട്ട് പഠിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഉണ്ടാവുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ F=MB sin θ. ഇത് ഉടനെ പഠിക്കുന്ന ടോപ്പിക്കാണ് MCG, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ശരിക്കും പറഞ്ഞാൽ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ മസ്റ്റ് സ്റ്റഡി ഐറ്റമാണ്. തൊട്ടും പറഞ്ഞാൽ ടോർക്ക് തന്നെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിളായിട്ട് മാറുക. ഓക്കെ, ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് വെച്ചാൽ ഒരു ടോർക്ക് ഉണ്ടാവും, ഒരു ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകും. അത് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ MCGന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ ഈസിലി നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിക്കാൻ അത് അമ്മീറ്ററും വോൾട്ട് മീറ്റർ ആക്കാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾ അമ്മീറ്റർ ആക്കുക, എങ്ങനെയാണ് അതിൻ്റെ വോൾട്ട് മീറ്റർ ആക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ പാരലലി ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. അന്നേരം ആ ലോ റെസിസ്റ്റൻസ് ഓർ ഷണ്ട് റെസിസ്റ്റൻസ് നോക്കി വിളിക്കും. അതിൻ്റെ ഇക്വേഷൻ IgG/I-IG. അതിൻ്റെ പ്രോബ്ലം ഇൻസൈഡ് പ്രോബ്ലംസ് ഫുള്ള് ഞാൻ ചെയ്ത് വെച്ചാണ്. ഫസ്റ്റ് പാർട്ട് ഫുള്ള് ഞാൻ ഓൾറെഡി ലാസ്റ്റ് ടൈം നിങ്ങൾ സീനിയേഴ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ബാക്കിയുള്ള ഇൻസൈഡ് എക്സസൈസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്, കാരണം കുറച്ച് പണിയുണ്ട് മക്കൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വീഡിയോസൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ നല്ല ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ഇൻസൈഡ് അല്ലാതെ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ വിചാരിക്കേണ്ടത്. ജയിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മാക്സിമം സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ NCERT ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് സൊല്യൂഷൻ, വേറൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അതേ സമയത്ത് വോൾട്ട് മീറ്റർ ആണ് ആക്കേണ്ടതെങ്കിൽ നിങ്ങൾ സീരീസ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ആ ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6 എന്ന് പറയും, V/IG-G. ഇതുമായി ബന്ധപ്പെട്ട ഇൻസൈഡിൽ 2 പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. ഞാനത് ഓരോ പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഒരു എക്സസൈസ്, ഒരു പ്രോബ്ലം, അങ്ങനെ വീഡിയോ ആയിട്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ അവസാനം ആയിട്ട് പറയാൻ പറ്റുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോ. ഷുവർ നിങ്ങൾക്ക് 60-ൽ 50-ന് മേലെ ഷുവർ 55-ന് മേലെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. പ്രോബ്ലംസിൻ്റെ കേസാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഇൻസൈഡ് എക്സസൈസ് ആണ്, സൊല്യൂഷൻ തന്നെ പറഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഷുവർ നിങ്ങൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പി പേസ്റ്റ് ഇടുക. വേറെ ഒന്നുമില്ല. കാരണം നോർമലി ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ റെഫർ ചെയ്യുക NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഇൻസൈഡ് എക്സസൈസ് തന്നെയാണ് ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം എക്സാം ഹാളിൽ പോവുക. ഓക്കെ, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഷുവർലി ഞാൻ
അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. വേറെ നിങ്ങൾക്ക് മറ്റുള്ള ഇനി നമുക്ക് വീഡിയോസ് ചെയ്യാൻ മുമ്പോട്ട് പോകുന്നുണ്ട്, പ്ലസ് 1 കുട്ടികൾ കാണുന്നുണ്ട്, അവരോടും പറയുകയാണ് സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്ക്. ഇൻസൈഡ് കാര്യങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ടേക്ക് വീഡിയോസ് ചെയ്തു തരാം. നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അയക്കാട്ടോ മക്കളെ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് മക്കളെ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു കോണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.